മാലിക്കുന്ന മലക്ക് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിന്റെ രാത്രിയിൽ അവിടുന്ന് സ്വർഗ്ഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, ആകാശത്തുള്ള അത്ഭുതങ്ങൾ മുഴുവനും കണ്ടിട്ടുണ്ട്. വറഅൻ നബിയ്യു അജായിബൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിയൻ ഹവാഹു ഉലൂമാ. എന്തൊക്കെയാണ് തങ്ങൾ കണ്ടത്? ആ കണ്ട കൂട്ടത്തിൽ സർവ്വ മലക്കുകളും മുത്തുനബി അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. മലക്കുകൾ മുത്തുനബിനോട് ചിരിച്ചിട്ടുണ്ട്, സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായി പേടിപ്പെടുത്തുന്ന ഭീകരമായ രൂപമുള്ളൊരു മലക്കിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാലിക്കുന്ന മലക്കാ. അവിടുന്ന് ചിരിച്ചിട്ടില്ല, അവിടുന്ന് കുശലാന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. ആ മാലിക്കുന്ന മലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ച അന്ന് മുതൽക്ക് നരകത്തെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്ക്. ആ മലക്ക് നരകത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ വിളി പറയുന്നു. അല്ലാഹു തആല വിളിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ നരകം അനങ്ങുന്നില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാലിക്കുന്ന മലക്ക് അജീബി റബ്ബക്കി, ജഹന്നമേ നിന്റെ റബ്ബിന് ഉത്തരം ചെയ്യുക. റബ്ബിന്റെ വിളി വന്നിരിക്കുന്നു. ആ സമയത്ത് നരകം എഴുന്നേൽക്കുന്നു. നരകത്തിന്റെ 4 കാലുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതൊക്കെ വിവരിച്ചിട്ടുണ്ട്. ആ നരകം സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഖുർആനിൽ ഞാനും നിങ്ങളും പഠിച്ച നരകം, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്ന നരകം, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഉമ്മത്തിനെ പേടിപ്പിച്ച നരകം, അബൂജഹലിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത നരകം, ഉത്ബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത നരകം, സഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത നരകം. മഹാന്മാരായ സഹാബാക്കളിൽ പലരും ഈ നരകത്തെ പേടിച്ചുകൊണ്ട് മരിച്ചതാ. നരകം കേട്ടിട്ട് മരിച്ച സഹാബികളുണ്ട്, നരകത്തെ പറ്റി ഓർത്തിട്ട് മരിച്ച സഹാബികളുണ്ട്. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ചറിയില്ലേ? ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചാരം ചെയ്തു പോയി. ഒരാളുമായി തങ്ങൾ ചെയ്ത വ്യഭിചാരം അറിഞ്ഞിട്ടില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഒരു ക്യാമറയിലും അത് പകർത്തിയിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. പക്ഷേ മഹാനായ മാഇസ് തങ്ങൾക്ക് സമാധാനം വരുന്നില്ല. ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയതാ. ഹബീബായ തങ്ങൾ അടുത്ത് ചെന്ന് പറയുകയാ, ഹബീബായ തങ്ങൾ അടുത്ത് ചെന്നുകൊണ്ട് വ്യഭിചരിച്ചു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ വ്യഭിചാരികളെ സ്വീകരിക്കുന്നത് പൂച്ചെണ്ടുകളെ കൊണ്ടല്ല, സമാധാനത്തിന്റെ വാക്കുകളെ കൊണ്ടല്ല. ഒരു കുറ്റവാളി നേർക്ക് വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തി ഇസ്ലാമിക കോടതിക്ക് മുൻപിൽ വ്യഭിചരിച്ചു എന്ന് തെളിഞ്ഞാൽ മരിക്കുന്നത് വരെ ആളുകൾ ചുറ്റുഭാഗത്തു നിന്ന് കല്ലുകളെ കൊണ്ടെറിഞ്ഞ് കൊല്ലുകയാ, മരണം വരെ എറിയുകയാ. മാഇസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കറിയാം എറിഞ്ഞു കൊല്ലുമെന്ന്. ഹബീബായ തങ്ങൾ അടുത്ത് ചെന്ന് തജ്ജിറിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി. ഹബീബായ തങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെ തെറ്റ് ചെയ്താൽ ചെന്ന് പറയേണ്ടതില്ല, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. വീണ്ടും മഹാനായ തങ്ങൾക്ക് സമാധാനമില്ല. ഇടഭാഗത്ത് വന്നുകൊണ്ട് പറയുന്നു, തങ്ങൾ പിറകോട്ട് മാറി നിൽക്കുന്നു. വീണ്ടും 4 ഭാഗത്ത് വന്നുകൊണ്ട് പറഞ്ഞപ്പോ തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോ ഈ മാഇസിന് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ സഹാബാക്കൾ അദ്ദേഹത്തിന് ഭ്രാന്തുള്ളതായി ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു എന്ന് സ്ഥിരപ്പെട്ടപ്പോ എറിഞ്ഞു കൊല്ലുകയാ. സുബ്ഹാനല്ലാഹ്, അരവരേക്കും കുഴിയെടുത്തിട്ട് കുഴിയിൽ കുഴിച്ചിട്ടിട്ട് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കല്ലുകൊണ്ടെറിയുകയാ. എന്തേ മാഇസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഇത് പ്രേരിപ്പിച്ചത്? 1000 തവണ എറിഞ്ഞു കൊല്ലേണ്ടി വന്നാലും, 1000 തവണ വിഷളാവേണ്ടി വന്നാലും ഈ നരകം സഹിച്ചു
വായിച്ചുകൂടാ, ഈ നരകം ഒരിക്കലും ചിന്തിച്ചുകൂടാ, ഈ നരകത്തിൽ നിമിഷ നേരം കടന്നുകൂടാ. ഓർത്തുകൊണ്ടല്ലേ മായിദ് തങ്ങൾ പറഞ്ഞത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകം ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊണ്ടാ ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ പോലും വന്നുകൊണ്ട് പറയുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളാക്കിയത്, മഹാന്മാരായ സ്വഹാബാക്കളെ ഉന്നതമായ സ്ഥാനത്തെത്തിച്ചത്, അല്ലാഹ് സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ ഉന്നത ഉത്തുംഗ സോപാനത്തിലേക്ക് അവരെ എത്തിച്ചത് ഈ നരകം അവർക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ടാ, ഈ നരകം അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടാ. മോനെ, ഈ നരകത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടെങ്കിൽ, ഈ നരകത്തെ കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നരകത്തെ കൃത്യമായി നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നരകത്തെ കൃത്യമായി നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇല്ല ഒരു തെറ്റും നീ ചെയ്യില്ല. ഒരിക്കൽ പോലും നീ കള്ളു കുടിക്കണമെന്ന് തോന്നില്ല, ഒരിക്കൽ പോലും നിസ്കാരം ആക്കണമെന്ന് തോന്നില്ല, ഒരിക്കൽ പോലും ഹറാം ചെയ്യണമെന്ന് തോന്നില്ല, ഒരിക്കൽ പോലും മ്യൂസിക്കുള്ള പാട്ട് കേട്ട് ആനന്ദിക്കണമെന്ന് തോന്നില്ല, ഒരിക്കൽ പോലും ഒരു അന്യ പെണ്ണിനെ ആസ്വദിക്കണമെന്ന് തോന്നില്ല, ഒരിക്കൽ പോലും വ്യഭിചരിക്കണമെന്ന് തോന്നില്ല. എന്തേ എനിക്കും നിനക്കും പേടിയില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നരകത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞ നരകത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ പറയുന്നു, ഈ നരകത്തെ യഥാ അന്ന് 70 കടിഞ്ഞാണുകൾ കുടുക്കിയിട്ട് 70 കടിഞ്ഞാണുകൾ കുടുക്കിയിട്ട് യജ്റൂനഹാ, ഓരോ കടിഞ്ഞാണും 70,000 മലക്കുകൾ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവരികയാ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോൾ മോനെ നീ കൃത്യമായിട്ട് ഓതാറില്ലേ, വഇദാ റഔഹാ മിമ്മക്കാനിൻ ബഈദ് തകാദു തമയ്യസു മിനൽ ഗൈളി. ഈ നരകമിതാ അതിങ്ങനെ തിളച്ച് മേൽപോട്ട് മറിയുന്നു. നരകത്തിലുള്ള തീക്കനൽ നിനക്കറിയുമോ? ജിബാലത്തും സുഫുറ്, മഞ്ഞ നിറമുള്ള ഒട്ടകത്തിന്റെ വലിപ്പമോ നരകത്തിലെ ഓരോ തീപ്പൊരികളും. മാത്രമല്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഊതുന്ന സമയത്ത് അതിന്റെ തീപ്പൊരികൾ മേൽപോട്ട് പാറുന്നത് കാണാറില്ലേ? ഒരു പോയിന്റിന്റെ വലിപ്പമുള്ള തീക്കനൽ. അല്ലാഹ്, തീപ്പൊരി അതൊരു പക്ഷെ 1 വിരലോ 2 വിരലോ പൊക്കമായി കഴിഞ്ഞാൽ അത് ചാരമായി താഴേക്ക് വീഴും. എന്നാൽ പടച്ച റബ്ബിന്റെ നരകത്തിൽ നിന്നുയരുന്ന പൊരികൾ ഒട്ടകത്തിന്റെ വലിപ്പമാ, കൊട്ടാരത്തിന്റെ ഉയരത്തിലാ. തീപ്പൊരികൾ പാറുന്ന നരകമുണ്ടല്ലോ, അതിങ്ങ് വലിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇതൊന്നും ഞാൻ എന്റെ വെറുതെ പറയുന്നതല്ല. ഞാനും നിങ്ങളും വുദുഇല്ലാതെ തൊടാത്ത, ശുദ്ധിയില്ലാത്തവര് തൊടാത്ത, ഒരിക്കലും ഒരു സത്യനിഷേധിക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും ബഹുമാനത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ഖുർആനിലുള്ളതാ. ഈ ഖുർആനിലൊരു സൂറത്തിന്റെ പേര് സൂറത്തുൽ ജാസിയ. ഈ സൂറത്തുൽ ജാസിയ എന്ന സൂറത്തിന് അൽ ജാസിയ ഈ പേര് കിട്ടാനുള്ള കാരണം അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ നരകം പിടിച്ചത് വലിച്ചു കൊണ്ടുവരുമ്പോ ഇനി മഹ്ശറിലേക്ക് 500 കൊല്ലത്തെ ദൂരമുണ്ട്. ഈ 500 കൊല്ലം ദൂരത്തെത്തുമ്പോൾ മഹ്ശറയിൽ കോടിക്കണക്കിന് ജനങ്ങൾ നിൽക്കുന്നത് നരകം കാണുമ്പോ ഈ നരകം അലറുകയാ. ഹബീബായ തങ്ങൾ പറയുന്നു, അതേ ഇരയ്ക്ക് വേണ്ടി അദാഹിക്കുന്ന വിശന്ന അവസനായ പുലി ചീറുന്നത് പോലെ ഈ നരകം ചീറുന്നതാ. നരകം കൊണ്ടുവരുന്ന മലായികത്തിന്റെ കൈകളിൽ നിന്ന് അത് കൊതരുന്നതാ.
നമ്മുടെ നാട്ടിലൊക്കെ വലിയ പോത്തുകളില്ലേ, കിൻഡൽ കണക്കിന് തൂക്കമുള്ള പോത്തുകള് ചുറ്റുഭാഗത്തും മുക്കിൽ കയറിട്ട്, മോന്തമ്മൽ കയറിട്ട്, കൊമ്പിന് കയറിട്ട് 8ഉം 10ഉം ആളുകൾ കയറുകൊണ്ട് പിടിച്ചു കൊണ്ടുവരുന്ന പോത്തുകൾ പെട്ടെന്ന് പോത്തൊന്ന് കുലുങ്ങിയ ഒന്ന് കൊടഞ്ഞാൽ, അതിന്റെ തലയൊന്ന് കൊടഞ്ഞാൽ പലരും കയറിവിട്ട് പേടിച്ചോടൂലേ. ഇതേ രൂപത്തിൽ സബാനിയാക്കളെന്ന മലക്കളെ കൈകളിൽ നിന്ന് ഈ നരകമൊന്ന് കൊതരുന്നതാ, നരകം ചീറുന്നതാ, വിശുദ്ധ ഖുർആനിലുള്ളതാ. സമിഊലഹ തഗയ്യുറൻ വസഫീറാ. ഈ നരകത്തിന്റെ ചീറലും ഈ നരകത്തിന്റെ ആർപ്പും കേൾക്കുന്നതാ. മഹ്ശറയിൽ ആളുകൾ കോടിക്കണക്കിന് ആളുകൾ കേൾക്കുമ്പോ എല്ലാവരും ആർത്ത് കരഞ്ഞുപോയി, വീണുപോയി, മുട്ടുകുത്തിയിരുന്നു പോയി. അമ്പിയാക്കൾ പോലും അന്ന് മുട്ടുകുത്തിയിരുന്നു പോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, ചിത്രീകരണമല്ല, നോവലല്ല. ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ യാസീൻ പറയുന്നത് കാണാം. 500 കൊല്ലത്തെ ദൂരമെത്തുമ്പോ നരകമൊന്ന് ചീറുമ്പോ, നരകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ മനുഷ്യരിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ മുഴുവനും ഇതാ മുട്ടുകെട്ടിയിരുന്നു പോയി. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ശരിക്കും മുട്ടുകുത്തിയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് വല്ലാഹി ലാ അസ്അലുക, അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറ ബീവിയെ പറ്റി ചോദിക്കുന്നില്ല, പൊന്നുമോൻ ഇസ്മായിലിനെ പറ്റി ചോദിക്കുന്നില്ല, ഇസ്ഹാഖ് നബിയെ പറ്റി ചോദ്യമില്ല, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഹാജർ ബീവിനെ ചോദിക്കുന്നില്ല. നജ്ജിനി നഫ്സി നഫ്സി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ എന്നും പറഞ്ഞ് ഇബ്രാഹിം നബി മുട്ടുകുത്തിയിരുന്നു പോയി. മഹാനായ മൂസ നബി അമ്പിയാക്കളെ കൂട്ടത്തിൽ ചങ്കുറപ്പുള്ളവരാ, റബ്ബിന്റെ കലാമ് കേട്ടവരാ, ദുനിയാവിൽ വെച്ച് റബ്ബുമായിട്ട് സംവദിച്ചവരാ. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, വല്ലാഹി ലാ അസ്അലുക, എന്റെ പ്രിയപ്പെട്ട ബീവി ഭാര്യയെ പറ്റി ചോദ്യമില്ല, എന്റെ സഹോദരൻ ഹാറൂനെ പറ്റി ചോദിക്കുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിട്ടാ എന്നും പറഞ്ഞ് മൂസാ നബി ഇരുന്നു പോയി. ഈസാ നബി അലൈഹിസ്സലാം, എന്റെ ഉമ്മി മറിയമ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ മറിയം ബീവിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിട്ടാ എന്നും പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം മുട്ടുകുത്തിയിരുന്നു പോയി. സർവപ്രവാചകന്മാരും വിറച്ചുപോയി, മുട്ടുകുത്തി. ഉമ്മത്തിൻ ജാസിയ, ആദം നബി മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവ മനുഷ്യരും മുട്ടുകുത്തി ഇരുന്നു പോയി. അന്ന് ചങ്കൂറ്റത്തോടെ, അന്ന് തല ഉയർത്തിയിട്ട് ആർജവത്തോടെ നിൽക്കുന്ന ഒരു നേതാവ്, അത് മുത്ത് നബിയാ. രൂപത്തിൽ നരകത്തിന്റെ വരവ് കണ്ട്, കൊണ്ടുവരുന്നത് കണ്ട് ആളുകൾ പേടിച്ചു പോയി. ഓ മുസ്ലിമീങ്ങളെ, ജഹന്നമിനെ നരകാമശറിൽ കൊണ്ടുവരുന്ന രംഗമാ. ഹബീബായ തങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്നു, നരകം വീണ്ടും വീണ്ടും അടുത്തു വരുന്നു, അതിങ്ങനെ കൊതരുന്നു. ഈ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ നരകം മനുഷ്യരിൽ കൊണ്ടു നിർത്തപ്പെട്ടപ്പോൾ നരകം ആകാശത്തിന്റെ ചുവട്ടിൽ കൊണ്ടു നിർത്തപ്പെട്ടപ്പോൾ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ ഒരുങ്ങി വീഴാൻ തുടങ്ങി.
തുടങ്ങിയത്, അടർന്നു വീഴാൻ തുടങ്ങിയത്. ആകാശം കദ്ദിഹാൻ ഫഇദൻ ശഖ്ഖത്തി സമാഉ ഫകാനത് വറുദതൻ കദ്ദിഹാൻ. ചുവന്ന പെയിന്റ് അടിച്ചതുപോലെ ജഹന്നമ കൊണ്ട് നിർത്തപ്പെട്ടപ്പോ ആകാശത്തിന്റെ കളറ് മാറിപ്പോയി. അത് ഉരുകി വലിക്കുകയാണെന്ന് തോന്നിപ്പോയി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അടർന്നു വീണുപോയി. ഈ ജഹന്നമ കൊണ്ട് വെച്ചപ്പോഴുണ്ടായ സംഭവങ്ങളാ ആഖിർ സമാനിലെ മക്കളെ. എന്ത് നരകം! എടാ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, നോമ്പെടുത്തില്ലെങ്കിൽ എന്താ, അല്ലാഹുവിനെ പറ്റി പഠിച്ചില്ലെങ്കിൽ എന്താ, ഖുർആൻ ഓതിയില്ലെങ്കിൽ എന്താ, ദീൻ പഠിച്ചില്ലെങ്കിൽ എന്താ, വഅദ് കേട്ടില്ലെങ്കിൽ എന്താ, എങ്ങനെ ജീവിച്ചാൽ എന്താ, എങ്ങനെ പണമുണ്ടാക്കിയാൽ എന്താ, എങ്ങനെ കല്യാണം കഴിച്ചാൽ എന്താ, ചിന്തിക്കുന്നവരില്ലയോ, ചോദിക്കുന്നവരില്ലയോ? മക്കളെ, നിങ്ങൾക്കറിയോ, ഞാനും ഞങ്ങളും മുറുകെ പിടിക്കുന്ന ഖുർആനിലുള്ളത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാനാ ഈ മുഅ്ജിസാത്തുകൾ മുഴുവനും കാണിച്ചത്, ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തത്, ഇസ്രായേൽ നടത്തി കാണിച്ചു കൊടുത്തത്, അല്ലാഹ് മാൻപേടയെ കൊണ്ട് സംസാരിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്തത്, അല്ലാഹ് ചെന്നായെ കൊണ്ട് പ്രഭാഷണം നടത്തി മുത്തുനബി സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം കേൾപ്പിച്ചു കൊടുത്തിട്ടും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് മക്കക്കാർ മുത്തുനബിയോട് പറഞ്ഞത്, ഇന്നക ലമജ്നൂൻ. ഇതൊക്കെ പറയുന്ന മുഹമ്മദേ, നിനക്ക് ഭ്രാന്താണ്, നിന്റെ തലക്ക് വട്ടാ. 5 വക്ത് നിസ്കാരമല്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്, റമദാൻ നോമ്പല്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്, 2% സക്കാത്ത് കൊടുക്കലല്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോ ഇന്നക ലമജ്നൂൻ, നിനക്ക് ഭ്രാന്താ മുഹമ്മദേ, തലക്ക് വട്ടാ മുഹമ്മദേ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞത് കൊണ്ടാ തങ്ങളോട് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയോ? 5 വക്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാ മുത്തുനബി അവര് ഭ്രാന്തൻ എന്ന് വിളിച്ചതെന്ന്? റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണോ അവർ നബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചത്? നിങ്ങൾ സമ്പത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണോ തങ്ങളെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചത്? അല്ല. ഈ ആഖിറത്തെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ, ഈ നരകത്തെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ, ഈ ഖുർആൻ ഓതി കൊടുത്തപ്പോൾ ഇന്നക ലമജ്നൂൻ, നിനക്ക് തലക്ക് വട്ടാണോ മുഹമ്മദേ? മക്കക്കാരത് കൊണ്ടാ പറഞ്ഞത്. ഈ ഖുർആൻ അതാ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ വിഷയമൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നരകത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ പറയുന്നു, ആ നരകത്തെ ഇങ്ങോട്ടടുപ്പിക്കുമ്പോ ഇമാം മുസ്ലിം തന്റെ സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ നരകത്തിന് കൃത്യമായിട്ട് ഒരു ഉനുക്കുണ്ട്. ഉനുക്ക് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം, JCBയുടെ തുമ്പിക്കൈ പോലത്തെ ഒരു തുമ്പിക്കൈ നരകത്തിനുണ്ട്. ആ തുമ്പിക്കൈ നീട്ടുകയാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെല്ലാം വിശ്വസിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ഇതൊക്കെ അംഗീകരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ഇതൊക്കെ ഹൃദയത്തിൽ 5 5 10 ഉറപ്പിക്കും പോലെ ഉറപ്പിക്കുന്നവൻ മാത്രമേ 5 വഖത്ത് നിസ്കരിക്കേണ്ടതുള്ളൂ, അവനെ നോമ്പെടുക്കേണ്ടതുള്ളൂ, അവനെ മുസ്ലിം എന്ന് പറയേണ്ടതുള്ളൂ. വിശ്വസിക്കാതെ നിസ്കരിക്കുന്നത് എന്തിനാ? വിശ്വാസമില്ലാത്തവൻ നിസ്കരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് കേൾക്കണോ? ഹബീബായ തങ്ങൾ പറയുന്നു, ആ നരകം അതിന്റെ ഉനുക്കിങ്ങനെ നീട്ടി വരുമ്പോ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് അമ്പിയാക്കള് മുഴുവനും മുട്ട് മടക്കിയിരിക്കുകയാണ്, കരഞ്ഞു പൊരികൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. തങ്ങൾക്കൊരു കൂസലുമില്ല. തങ്ങൾ മുന്നോട്ട് ചെല്ലുന്നു. ഈ ആ
ആർത്തിരമ്പി വരുന്ന നരകത്തിന്റെ അരികിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ഈ നരകം പറയുന്നു, ഹബീബേ മുത്ത് നബിയേ, എനിക്ക് ചില പ്രത്യേകമായ കൽപ്പനകളുണ്ട്. ഇന്നീ മഅ്മൂറ, എന്നെ പടച്ച റബ്ബ് കൽപ്പിച്ച റബ്ബിന്റെ ഒരു സൃഷ്ടിയാണു ഞാൻ. ഇവിടെ ഒരുപാട് ധിക്കാരികളുണ്ട്. ആ ധിക്കാരികളെ പിടിക്കാൻ പടച്ച റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് തങ്ങൾ തടസ്സം നിൽക്കരുത്. എനിക്കിവിടെ ആളുകളുണ്ട്, അള്ളാഹുവിനെ ചോദ്യം ചെയ്തവരുണ്ട്, ഖുർആൻ തിരസ്കരിച്ചവരുണ്ട്, കള്ളു കുടിച്ചവരുണ്ട്, സൃഷ്ടിച്ച റബ്ബിന്റെ നിഅമത്തുകൾ മുഴുവനും അനുഭവിച്ചിട്ട് ധിക്കാരത്തോടെ ജീവിച്ചവരുണ്ട്. അവരെ മുഴുവനും അവരെ കൈകാര്യം ചെയ്യാൻ പടച്ച റബ്ബ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ കൃത്യനിർവഹണത്തിന് തങ്ങൾ എന്നോട് സഹകരിക്കണേ നബിയേ. ഈ ജഹന്നം ഒരാളെ മുമ്പിൽ പത്തിമടക്കുന്നുവെങ്കിൽ, ജഹന്നം ഒരാൾക്ക് അനുസരിക്കുന്നുവെങ്കിൽ അത് മുത്തുനബിക്ക് മാത്രമാ. ലോകത്തെ മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബ് വഴിപ്പെടുത്തി കൊടുത്തതിനാൽ അർശിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, അത്ഈ ജഹന്നമു അബ്ദീ മുഹമ്മദാ, എന്റെ ഇഷ്ടപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴങ്ങി കൊടുക്കുക. അപ്പോഴാണ് നരകം സൈലന്റ് ആകുന്നത്, അപ്പോഴാണ് നരകം അനങ്ങുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല, വലോ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇതെല്ലാം നമ്മോട് റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേൾവിയും കാഴ്ചയും എല്ലാം സൃഷ്ടിച്ച റബ്ബ് 24 മണിക്കൂറും എന്റെ ഹാർട്ട് ആ റബ്ബാണ് മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഭ്രൂണത്തിന് 4 മാസം പ്രായമായ അന്ന് മുതൽ എന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നിട്ടില്ല. ഓരോ ദിവസവും 200 ചില്ലാനം ലിറ്റർ രക്തം എന്റെ 2 കിഡ്നികൾ ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്ത് എന്റെ 60 ട്രില്യൺ കോശങ്ങളിലേക്ക് എന്റെ ഹാർട്ട് രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ആ കിഡ്നിയെ എന്റെ റബ്ബ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്, എന്റെ ഹാർട്ട് റബ്ബ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അല്ലാ, എന്റെ കണ്ണിൽ 24 മണിക്കൂറും ഈ കണ്ണിലെ വെള്ളം വറ്റാതിരിക്കാൻ റബ്ബ് ഈ കണ്ണിലേക്ക് കണ്ണുനീരിങ്ങനെ ഇറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ വായിലെ ഉമിനീര് വറ്റാതിരിക്കാൻ എപ്പോഴാണോ വായിൽ ഉമിനീര് വറ്റുന്നത് പിന്നെ മിണ്ടൂല, കഴിക്കുന്ന ആഹാരം ദഹിക്കൂല, രുചി അറിയൂല. അതിന് ഞാൻ കൃത്യമായിട്ട് വായിൽ ഉമിനീര് പടച്ച റബ്ബാണ് സൃഷ്ടിക്കുന്നത്. ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബിനെ ചിന്തിക്കാതെ, റബ്ബിന് ശുക്ർ ചെയ്യാതെ, റബ്ബ് തന്ന ആരോഗ്യം കൊണ്ട്, റബ്ബ് തന്ന കണ്ണുകൊണ്ട്, റബ്ബ് തന്ന കൈകളെ കൊണ്ട്, റബ്ബ് തന്ന ബുദ്ധി കൊണ്ട്, റബ്ബ് തന്ന കാഴ്ച കൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്തത് തന്നെ കേൾക്കുന്നു, അവൻ ഇഷ്ടപ്പെടാത്തത് തന്നെ കാണുന്നു, അവൻ ഇഷ്ടപ്പെടാത്തത് തന്നെ ചെയ്യുന്നു. അപ്പോഴൊക്കെ എന്റെ റബ്ബ് മിണ്ടാതിരിക്കുന്നു, റബ്ബ് അനങ്ങുന്നില്ല, മിണ്ടാതെ ഇരിക്കുകയാണ്. നാളെ മൽശറയിലെത്തുമ്പോ റബ്ബ് പറയുന്നു, ഞാൻ തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, അപ്പോഴൊന്നും ഞാൻ മിണ്ടിയില്ല. ഇന്ന് നിങ്ങൾ മിണ്ടരുത്, അനങ്ങരുത്. നിങ്ങൾ വെച്ച കാലനക്കാൻ പറ്റില്ല, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ദുനിയാവിൽ നിങ്ങൾ
ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തു, ഇഷ്ടം പോലെ പറഞ്ഞു, ഇഷ്ടം പോലെ നിങ്ങൾ ജീവിച്ചു. അപ്പോഴൊന്നും റബ്ബാകുന്ന ഞാൻ അനങ്ങിയില്ല, ഞാൻ ഒരു നിഅമത്തും പിൻവലിച്ചില്ല. അവനെ വ്യഭിചാരം ചെയ്തവന്റെ ഉദ്ധാരണം ഞാൻ നിർത്തിയില്ല, അവന്റെ ആരോഗ്യം പിൻവലിച്ചില്ല. അപ്പോഴൊക്കെ ഞാൻ അവനെ മിണ്ടാതെ സഹിച്ചു നിന്നതാണ്. ഇന്ന് എന്റെ മുമ്പിലെത്തുമ്പോ നിങ്ങൾ മിണ്ടരുത് എന്നും പറഞ്ഞ റബ്ബ് വിചാരണക്കൊരുങ്ങി നിൽക്കുമ്പോ ഈ ജഹന്നം അതിന്റെ തുമ്പിക്കൈ നീട്ടിയിട്ട് പറയുന്നു, അല്ലാ നബിയേ എന്റെ ആളുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിവരിക്കുന്നു, ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഈ ആഖിറത്തെ പറ്റി കേവലം കേട്ട് കേൾവിയല്ലേ നിങ്ങൾക്കുള്ളൂ, കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ടോ? എല്ലാവരോടും പടച്ച റബ്ബ് വിചാരണ ചെയ്യുന്നില്ലല്ലോ. വിചാരണ കൂടാതെ കോടിക്കണക്കിന് ആളുകൾ സ്വർഗത്തിലെത്തുന്നുണ്ട്, ഏടുകൾ കൊടുക്കാതെ കോടിക്കണക്കിന് ആളുകൾ സ്വർഗത്തിലെത്തുന്നുണ്ട് എന്നതുപോലെ വിചാരണ കൂടാതെ നരകത്തിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. നന്മയും തിന്മയും എഴുതപ്പെട്ട ഏടുകൾ കൊടുക്കപ്പെടാതെ കോടിക്കണക്കിന് ആളുകൾ നരകത്തിലെത്തുന്നുണ്ട്. അതേ ഈ ജഹന്നം അതിന്റെ തുമ്പിക്കൈ കൊണ്ട്, ആ തുമ്പിക്കൈ പോലത്തെ ഉനക്ക് എന്നാണ് ഹദീസിലുള്ളത്, നീട്ടിയിട്ട് കുറ്റവാളികളെ വലിച്ചെടുക്കുന്നു. അവർ പാലം കടക്കുന്നില്ല, അവർക്ക് പിന്നീട് വിചാരണയില്ല, അവർക്കൊരാളും റെക്കമെൻഡ് ഇല്ല. അമ്പിയാക്കൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഹബീബായ തങ്ങൾ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആലിമീങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി പലർക്കും ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. മുഖറബിയായ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ശഫാഅത്തും ചെയ്യാതെ കോടിക്കണക്കിന് ആളുകളെ നരകം കോരിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവർക്കൊരു റെക്കമെൻഡുമില്ല, അവർക്കൊരു വിചാരണയുമില്ല, അവർക്ക് പാലം കടക്കലുമില്ല. ഇങ്ങനത്തെ ഹതഭാഗ്യരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഇതൊന്നും തീരുന്നില്ല. ഈ നരകത്തിൽ പിന്നീട് പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? അതിനുശേഷമാണ് വിചാരണ നടക്കുന്നത്, അതിനുശേഷമാണ് വെളിച്ചം നൽകുന്നത്. കൂരി ഇരുട്ടാണല്ലോ മഹ്ശറിൽ, സൂര്യനെ പിന്നെയാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞാൽ പിന്നീട് നരകം കൂരി ഇരുട്ടില. ആ കൂരിരുട്ടിൽ കൂടിയാണ് പാലം കടക്കാനുള്ളത്. ആ പാലം കടക്കാൻ മുഅ്മിനീങ്ങൾക്ക് അവരെ അമലിന്റെ തോതനുസരിച്ച്, അവരെ ഈമാനിന്റെ പവർ അനുസരിച്ച് അവർക്ക് വെളിച്ചം നൽകുന്നുണ്ട്. ആ വെളിച്ചവുമായിട്ടാണ് പാലം കടക്കുന്നത്. നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ടൊരു സിറാത്ത് പാലം, ആ പാലം 15,000 കൊല്ലം കൊണ്ട് കടന്നു തീരാനുള്ളതാ. ആ പാലത്തിന് 7 കവാടങ്ങളാ. 7 കവാടങ്ങളിൽ 5 കവാടങ്ങളും നരകത്തിന്റെ മീതയാ. നരകമങ്ങ് വിട്ട് കടന്നാൽ ഇനിയും വീണ്ടും 2 കടമ്പകളുണ്ട്. അത് സ്വർഗത്തിന്റെ മുൻപിലാ. അവിടെ വെച്ചാണ് ഹൗദുൽ കൗസർ നൽകുന്നത്. അവിടെ വെച്ചാണ് മുഅ്മിനീങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകുന്നത്. മഹ്ശറിലല്ല. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ നമ്മൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നത് 25,000 15,000 കൊല്ലം വേണം നരകത്തിന്റെ മീതെ വിട്ടുകിടക്കാൻ. ഓരോ
കടമ്പയ്ക്കും 3000 കൊല്ലമാണ്. ഓരോ കടമ്പകൾക്കിടയിൽ അതേ ഒരു കവാടം കഴിഞ്ഞിട്ട് 3000 കൊല്ലമാണ് അടുത്ത കവാടം. അടുത്ത കവാടം വീണ്ടും 3000 കൊല്ലമാണ്. ഇങ്ങനെ 5 കവാടത്തിന് 15000 കൊല്ലം കഴിയണം. അപ്പോഴൊക്കെ നമ്മൾ പാലത്തിൽ തന്നെ. സുബ്ഹാനല്ലാഹ്. ഈ നേർത്ത പാലം, ആളിനേക്കാൾ മൂർച്ചയുള്ള പാലം, ഇരുഭാഗത്തും മൂർച്ചയുള്ള കൊക്കകൾ നിൽക്കുന്ന പാലം, കൂരിരുട്ടുള്ള പാലം, ചുറ്റുഭാഗത്തും കൊളുത്തി വലിക്കുന്ന പാലം. അല്ലാഹ്, ഈ 15000 കൊല്ലം കൊണ്ട് കടന്നു തീരാ. സുബ്ഹാനല്ലാഹ്. അന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഈ ദുനിയാവിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന ചവിട്ടടികൾ, ഒരു ചവിട്ടടി കൊണ്ട് 100 ചവിട്ട് കടക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൽമിന്റെ മജ്ലിസിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധ്യം വരുന്ന, ആഖിറത്തെ പറ്റി ഉണർത്തുന്ന പണ്ഡിതന്മാര് വഅദ് പറയുന്ന മജ്ലിസിൽ ഇൽമിലേക്ക് ഒരാൾ കാലെടുത്ത് വെച്ചാൽ, ഒരു അടി വെച്ചാൽ അന്ന് ഈ പാലത്തിൽ 100 അടി വെക്കാൻ കഴിയുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മയ്യത്തിന്റെ കൂടെ നടന്നു പോകുമ്പോ ഒരടിക്ക് 100 അടി പാലം കടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കാണാത്തവന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന നടത്തം, ഒരു അടി നടന്നാൽ 100 അടി പാലം കടക്കാൻ കഴിയുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കുന്ന ഓരോ ചവിട്ടിനും നാളെ പാലം കടക്കുമ്പോ 100 അടി നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ പാലം കടന്നാൽ അവസാനത്തെ മനുഷ്യനും സ്വർഗത്തിലെത്തേണ്ടവൻ സ്വർഗത്തിലെത്തിയാൽ 25000 കൊല്ലം കൊണ്ട് അയാൾ നരസ്വർഗത്തിലെത്തിപ്പോയി. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഓതിയാണ് പറഞ്ഞത്, അല്ലാഹ്, ആ 25000 കൊല്ലം കൊണ്ട് ചന്തയിട്ട് നിറങ്ങി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സ്വർഗത്തിലെത്തുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ 25000 കൊല്ലം കൊണ്ടെങ്കിലും അക്കരെ എത്തുമെന്ന് ഉറപ്പുണ്ടല്ലോ. നമ്മുടെ കാര്യം ബേജാറില്ല. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയ ഹദീസിൽ പറഞ്ഞത്, ലാ തമൻ മക്റല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നീ പേടി തീർന്നിരിക്കണ്ട, രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കണ്ട. ഹത്താ തറാ ഖദമൈക ഫിൽ ജന്ന, നിന്റെ 2 കാലും സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പ് പറയാ. 2 കാലും സ്വർഗ്ഗത്തിലെത്താതെ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ സ്വർഗ്ഗത്തിലുള്ളവർ മുഴുവനും സ്വർഗ്ഗത്തിലെത്തിയാൽ, നരകത്തിലുള്ളവരൊക്കെ നരകത്തിലെത്തിയാൽ, പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പലരും ശഫാഅത്ത് ചെയ്തു പോയി. ദുനിയാവിൽ നല്ല വിശ്വാസമുള്ളവരാ, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആഖിറത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദരായി ചുദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങളുണ്ട്, ദോഷം ചെയ്തു പോയ മുഅ്മിനീങ്ങളുണ്ട്. അവരൊക്കെ നരകത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പിന്നെ രക്ഷപ്പെടുത്തുന്നതാ. ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതനെയോ, ഒരു പണ്ഡിതൻ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പണ്ഡിതൻ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പഠിച്ചിട്ടുള്ള ഉഹ്റവിയായ പണ്ഡിതന്റെ മജ്ലിസിൽ ഒരു തവണ ഇരുന്നിട്ടുണ്ടോ? അവർക്ക് വേണ്ടി പണ്ഡിതൻ ശഫാഅത്ത് ചെയ്യുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്.
വശഫഅത്തിൽ അംബിയാ വൽ ഉലമാ വൽ ഔലിയാ. അംബിയാക്കൾ അങ്ങനെ ഒരുപാട് ആളുകളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി. അതേ ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി, ഉലമാ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി, മുതഅല്ലിമീങ്ങൾ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി. ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുള്ള സർവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് മാഉൽ ഹയാത്ത് എന്നൊരു വെള്ളത്തിൽ മുക്കി കരിക്കട്ട പോലെ കറുത്ത് കറുത്ത് കരിക്കട്ട പോയ ആളുകളെ വെളുത്തുകൊണ്ടുവതാ സ്വർഗത്തിലെത്തുമ്പോ അവരെ നെറ്റിത്തടത്തിൽ അടയാളമുണ്ട്. അതാ ഉലൈ ഉതഖാഉർ റഹ്മാൻ. അവരുടെ എല്ലാ ഭാഗങ്ങളും വെളുത്തിട്ടുണ്ട്, പ്രകാശിക്കുന്നുണ്ട്. മാഉൽ ഹയാത്ത് എന്ന വെള്ളത്തിൽ കുളിപ്പിച്ചതോടുകൂടി പക്ഷേ നെറ്റിത്തടത്തിൽ അടയാളമുണ്ട്. റബ്ബിന്റെ പ്രത്യേക മോചനത്തിന് അർഹരായവരാ. അങ്ങനെ മോചനം കിട്ടിയവരാ. അതൊന്നും മായിച്ചു കിട്ടാൻ അടയാളമൊന്ന് മായാ അവരാഗ്രഹിക്കുന്നു. റബ്ബ് മായിക്കുന്നു. അതും കഴിഞ്ഞാൽ റബ്ബിന്റെ അപകയായ അവന്റെ റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹ് സുന്ദരന്മാരായ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നു. നല്ല മുടിമുടുക്കുള്ള ആട്ടിൻകുട്ടിയാ. സ്വർഗത്തിന്റെയും നരകത്തിനെയും ഇടയ്ക്ക് വെച്ചിട്ട് ആ ആട്ടിൻകുട്ടിയെ അറുത്തുപോയി. അറുത്തു കഴിഞ്ഞാൽ ഇതേതോ നിങ്ങൾക്കറിയുമോ? ഇത് മരണമാ. ഇനി മരണമില്ല. സ്വർഗത്തിലുള്ളവർക്ക് ഇനി മരണമില്ല, നരകത്തിലുള്ളവർക്ക് മരണമില്ല. എല്ലാ നരകത്തിലുള്ളവർ കാലാകാലം നരകത്തിലാ, സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലാ. ഇതും തീരുമാനിക്കപ്പെട്ട് പിന്നീട് നരകമങ്ങ് മൂടിയിടലാ. നമ്മുടെ നാട്ടിലൊക്കെ പഴയകാലത്ത് ബിരിയാണി വെക്കുമ്പോ ബിരിയാണിന്റെ ചെമ്പെടുത്ത് മൂടും പോലെ ഈ നരകമങ്ങ് മൂടിയിട്ട പിന്നീട് തുറക്കലില്ല. അപ്പോഴാണ് ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നത്. അപ്പോഴാണ് പരാജയം ഉറപ്പിക്കുന്നത്. പിന്നീട് പരാജയപ്പെട്ടവർക്ക് വിജയമില്ല, മോചനമില്ല. എല്ലാ കാലത്തും നരകം തന്നെ. നരകമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്തെല്ലാം ശിക്ഷകളുണ്ട്, ചിന്തിക്കാൻ പറ്റുന്ന എന്തൊക്കെ പീഡനങ്ങളുണ്ട്, ചിന്തിക്കാൻ പറ്റുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, അത് മുഴുവനും നരകത്തിലുണ്ട്. ഗാണ്ടനാമോ ജയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അബൂ ഖുറൈബ് ജയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതേ ഹിറ്റ്ലറിന്റെ ജയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദുനിയാവിൽ അറിയപ്പെട്ട പല ജയിലുകളുമില്ലേ? ജയിലുകളിലെ പീഡനങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്തെല്ലാം ചിന്തിക്കാൻ പറ്റുന്ന പീഡനങ്ങളുണ്ട്, കണക്കാക്കാൻ പറ്റുന്ന ശിക്ഷകളുണ്ട്, കണക്കാക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അത് മുഴുവനും നരകത്തിലുണ്ട്. വാഖിഅ സൂറത്തിലുണ്ട്. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ ചുടുവെള്ളമുണ്ട്, നരകത്തിൽ ചുടുകാറ്റുണ്ട്, നരകത്തിൽ ഭക്ഷണമുണ്ട്, നരകത്തിൽ വിശപ്പുണ്ട്, കൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭീകരമായ നരകമാണ്. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന ഖുർആനിലുള്ളത്. സത്യവിശ്വാസികളെ,
അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, മുത്തുനബി അംഗീകരിക്കുന്നവരെ, ഇസ്ലാമിൽ വിശ്വാസമുള്ളവരെ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് ഉറപ്പിക്കുന്നവരെ, മരണത്തിനു ശേഷം ജീവിതമുണ്ടെന്ന് ഉറപ്പിക്കുന്നവരെ, ഇത്തഖുന്നാറ, ഈ നരകം സൂക്ഷിക്കണേ. വഖൂദുഹന്നാസ് വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യരെയാണ്, ഗന്ധകത്തിന്റെ കല്ലുകളോ കരിമ്പാറകളല്ല. മോനെ, നീ എപ്പോഴെങ്കിലും ഗന്ധകം കണ്ടിട്ടുണ്ടോ? ഗന്ധകത്തിന്റെ കല്ല് കടയിൽ നിന്നൊക്കെ നിനക്ക് വാങ്ങാൻ കിട്ടും. പഴയ കാലത്ത് ഇതുപോലത്തെ ലൈറ്റ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗന്ധകത്തിന്റെ കല്ല് ഈ സദസ്സിൽ നിന്ന് കത്തിച്ചു വെച്ചാൽ വല്ലാത്ത പ്രകാശമായിരുന്നു, അതിഭയങ്കരമായ ചൂടായിരുന്നു. അതിനേക്കാൾ ഉപരി അതിന്റെ ദുർഗന്ധമാ കല്ലുകളാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്, മനുഷ്യരുമാ. അത് സൂക്ഷിക്കണേ. ഒരു കാരക്കല്ല് കീറെങ്കിലും കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം നേടാൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ ധർമ്മം ചെയ്യാ. നരകശിക്ഷയിൽ നിന്ന് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്താൻ ഉതകുന്നത് ധർമ്മം തന്നെ. ഒരു കാരക്കന്റെ കീറെങ്കിലും കൊടുത്തുകൊണ്ട് ഈ നരകം നിങ്ങൾ സൂക്ഷിക്കണേ. മുത്തുനബി പറഞ്ഞതാ, അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ രക്ഷപ്പെടുത്തട്ടെ, നമുക്ക് ബോധം തരട്ടെ. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമെങ്കിലും അല്ലാഹു നമുക്ക് ഖൗഫ് തരട്ടെ, ഈമാൻ തരട്ടെ, ബോധം തരട്ടെ, അവന്റെ പൊരുത്തം തരട്ടെ.